കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും പ്രകമ്പനം കൊള്ളിച്ച ഒരു പ്രധാന വാർത്തയായിരുന്നു CJ റോയിയുടെ ആത്മഹത്യ എന്ന വിഷയം. പല വാർത്തകളിലും അത് ഇടം പിടിക്കുകയും പല കാര്യങ്ങളും അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് അറിയുവാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഞാനൊന്ന് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ആത്മഹത്യ എല്ലാത്തിനും ഒരു പരിഹാരമാണോ? അല്ല. ആത്മഹത്യയല്ല എല്ലാത്തിൻ്റെയും അവസാനമെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് യഥാർത്ഥമായുള്ള ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് വരുമ്പോഴാണ്. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, പക്ഷേ ക്രിസ്തുവിനെ വേണ്ടുന്നതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യേശുവിനെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്വയജീവനെ നഷ്ടപ്പെടുത്താൻ കഴിയുകയില്ല. പ്രശ്നങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും സമ്മർദ്ദങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അധികമായി കടന്നു വന്നെന്ന് വരാം. എന്നാൽ അതൊന്നും നമ്മളെ തകർത്ത് കളയുന്ന ആ ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് മാറാൻ കഴിയാത്തത് യേശുവുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും എന്ന് പറയുന്നത് ഇഹലോകത്തിലെ മരണത്തിനനന്തരം ഒരു പുനർജീവൻ എനിക്ക് ലഭിക്കുമെന്നുള്ളതും അത് യേശുവിനോട് കൂടെ നിത്യമായ വാസമായിരിക്കും എന്നുള്ളതാണ്. ആ പ്രത്യാശയില്ലാത്തവർക്ക് എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയുമെന്ന ഒരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ആത്മഹത്യ പ്രവണതകൾ കൂടുന്നത്. ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാണ്. തിരുവചനപ്രകാരം നമ്മുടെ സ്വയജീവനെ നഷ്ടപ്പെടുത്താൻ, നശിപ്പിച്ച് കളയാൻ നമുക്ക് അധികാരമില്ല. ദൈവമാണ് ഒരു ജീവനെ നമ്മളിലേക്ക് ഏൽപ്പിക്കുന്നത്. ദൈവമാണ് ഈ ഭൂമിയിലേക്ക് നമ്മെ ജനിപ്പിക്കുന്നത്. നമ്മൾക്ക് പലപ്പോഴും സ്വയമായി തീരുമാനമെടുക്കാനും പല കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ ഇഷ്ടമനുസരിച്ച് ക്രമീകരിക്കാനും ഒക്കെ നമുക്ക് കഴിയുമെങ്കിൽ പോലും നമ്മുടെ ജീവനെ എടുക്കാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടില്ല. കാരണം ആ ജീവൻ നൽകി തന്നത് ദൈവമായതുകൊണ്ട് തന്നെയാണ്. നാം നമ്മുടെ ജീവനെ കവർന്നെടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മുടെ ആത്മാവിനെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് എന്ന് നാം മറന്നു പോകരുത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മഹത്യ സകലത്തിനും ഒരു പരിഹാരമല്ല എന്ന യാഥാർത്ഥ്യം ഇന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം, ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, സാമ്പത്തിക കടക്കെണികളായിരിക്കാം, കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങളായിരിക്കാം. നിങ്ങൾ കടന്നു പോകുന്ന വഴികൾ എത്ര ദാരുണമുള്ള അനുഭവങ്ങളുമായിക്കൊള്ളട്ടെ, ഒരു ഉറപ്പ് ഞാൻ പറയുന്നത്, യേശുവിനെ വിശ്വസിക്കാനും ആ ക്രിസ്തുവിനെ യഥാർത്ഥമായി നമുക്ക് സ്വീകരിക്കാനും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ വരികയില്ലെന്നുള്ളതല്ല, ആ പ്രശ്നത്തിന് മേൽ ഒരു വലിയ ആശ്വാസവും സമാധാനവും അതിലേറെ പ്രത്യാശയും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങൾ ഏത് വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണെങ്കിലും ഇതുപോലെയുള്ളൊരു സമാധാനത്തിന്റെ പ്രത്യാശയുടെ ഒരു ആത്മാവിനെ, അന്തരീക്ഷത്തെ നിങ്ങളുടെ ഭവനങ്ങളിലും വ്യക്തിപരമായ ജീവിതത്തിലും അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ആർക്കും തരാൻ പറ്റാത്ത സമാധാനം, ആർക്കും തരാൻ പറ്റാത്ത ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്, യേശുവിന് തരാൻ കഴിയുമെന്ന് ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ, ഇതെന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഭാരപ്പെടുന്ന, അനുഭവിക്കുന്ന എത്ര വലിയ പ്രശ്നവുമായിക്കൊള്ളട്ടെ, അതിന്മേൽ ഒരു വിടുതൽ, ഒരു ആശ്വാസം, ഒരു പരിഹാരം യേശുവിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും ഓരോ തിരിച്ചറിവുകളായിട്ട് മാറാൻ ഇടയായി തീരട്ടെ. ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ, അപകടങ്ങൾ നാളെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ വരാതിരിക്കാനുള്ള മുന്നറിയിപ്പായിട്ടാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതുപോലെ ഇതിനേക്കാൾ ദാരുണമായ അനുഭവത്തിൽ കടന്നു പോകുന്ന എത്രയോ കുടുംബങ്ങളും എത്രയോ ജീവിതങ്ങളുമുണ്ട്. എന്നാൽ യേശുവിനെ സ്വീകരിച്ച് മനസ്സിലാക്കി അവന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളെ ആരും സ്നേഹിക്കാനില്ല എന്നുള്ള പരാതികൾ, നിങ്ങളെ ആരും കരുതാനില്ല എന്നുള്ള പരാതികൾ, അതെല്ലാം മാറ്റിവെച്ചിട്ട് ആ യേശുവിൻ്റെ സ്നേഹത്തിലേക്കും കരവലയത്തിലേക്കും നിങ്ങൾക്ക് അടുത്തു വരാൻ കഴിയുമെങ്കിൽ, ആ സ്നേഹ മധുരിമ തിരിച്ചറിഞ്ഞാൽ അതിനെ വിട്ട് നിങ്ങൾ മറ്റെങ്ങും പോകുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനു മുൻപിൽ നിങ്ങൾക്ക് അടിയറവ് പറയാൻ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എത്ര ഉയർന്ന പ്രശ്നവും ആ യേശുവിന് മുൻപിൽ നിലംപരിചാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആത്മഹത്യ ചെയ്യണം എന്ന പ്രവണത, പ്രേരണ അകത്ത് വരുന്നതിന് മുൻപേ ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു ചിന്തിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നാം ആ ഉദ്യമത്തിന് മുതിരുകയില്ല എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത്. ആത്മഹത്യയെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തുന്ന ഏതൊരു ബാധ്യതകളും ഏതൊരു കാര്യങ്ങളും നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ നാം തയ്യാറായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിയാൻ നമുക്ക് കഴിയും. പക്ഷേ അതിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഇമോഷനിൽ വരുന്ന പ്രതികരണങ്ങൾ, ഇമോഷനിൽ വരുന്ന വീക്ക്നെസ്, അതെല്ലാം മാറട്ടെ.
ഒരു ആത്മധൈര്യവും ബലവും നമ്മുടെ ഉള്ളിൽ ആർജിച്ചെടുക്കാൻ നമുക്ക് കഴിയട്ടെ. എന്തുകൊണ്ടാണ് ഇത്ര വലിയ വ്യക്തിയായ, പണമുണ്ട്, സ്വാധീനമുണ്ട്, സമ്പത്തുണ്ട്, പദവിയുണ്ട്, എല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെയൊരു ശ്രമത്തിന് മുതിർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധൈര്യമാണ് ആ വ്യക്തിയെ അങ്ങോട്ട് എത്തിച്ചതെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ദൃഢമായ നിശ്ചയത്തോടുകൂടെ, നിശ്ചയദാർഢ്യത്തോടുകൂടെ മുൻപോട്ട് പോകാൻ കഴിയാതിരുന്നത് ഭയം അകത്ത് കിടക്കുന്നത് കൊണ്ടാണ്. ഏത് വിഷയമായിട്ടുമാകാം, ഇനി എങ്ങനെ മുൻപോട്ട് പോകും, പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെ അതിജീവിക്കും, എന്നിലേക്ക് ചിലർ സമീപിച്ചു കഴിഞ്ഞാൽ എൻ്റെ മാന്യത നഷ്ടപ്പെടും, എനിക്ക് മുൻപോട്ട് പോകാൻ യാതൊരു സാധ്യതയുമില്ല, ഇങ്ങനെയുള്ള ഭയം നമ്മുടെ അകത്ത് കത്തിപ്പടരുമ്പോൾ അതിൽ നിന്നും മറികടക്കാൻ കഴിയാതെ ഇങ്ങനെയുള്ള ആത്മഹത്യക്ക് അടിയറവ് പറയേണ്ടി വരുന്ന ചില അനുഭവങ്ങളിൽ, എത്ര വലിയ ദാരുണമായ അനുഭവങ്ങളെ മറികടക്കാൻ നമ്മുടെ ഉള്ളിൽ അധൈര്യത്തെ പുറത്തു കളഞ്ഞ് ഒരു ധൈര്യത്തെ സ്വീകരിപ്പാൻ ഇന്ന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നേ. എന്നും പ്രശ്നങ്ങളുള്ള ജീവിതമല്ല നമ്മുടെ, എന്നും ദുരിതവും വേദനയും കഷ്ടതയൊന്നും അല്ല, അതൊക്കെ മാറും. ഇന്ന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും. യേശുവിൽ മാത്രം വിശ്വസിക്ക്, യേശുവിൽ ആശ്രയിക്ക്. നിങ്ങൾക്ക് കഴിയാത്തതിനെ സാധിപ്പിച്ചു തരുന്ന ദൈവിക കരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യാശയുള്ളവരായി ജീവിക്കുക. എന്നും നിന്ദയല്ല, പരിഹാസമല്ല, കഷ്ടതയല്ല, ഉപദ്രവമല്ല, കടക്കണികളല്ല, ഇതെല്ലാം മാറും. നിങ്ങളുടെ ജീവിതം സ്വാതന്ത്ര്യത്തിലേക്ക്, സമാധാനത്തിലേക്ക്, ആശ്വാസത്തിലേക്ക് ദൈവം നടത്തട്ടെ. അതിനുവേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലുകൾ ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിനെ സ്വീകരിച്ച് മുറുകെ പിടിച്ച് ആ സ്നേഹത്തിൽ അലിഞ്ഞും ചേർന്ന് മുൻപോട്ട് പോകാനുള്ള ധൈര്യവും ബലവും നിങ്ങളിലേക്ക് ദൈവം നൽകി തരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.